ഹലോ ഗൈസ്, ഹലോ 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 എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ പാൽ വേൾഡിൻ്റെ പുതിയ വീഡിയോ ആണ്. നമ്മൾ വീഡിയോ ഇനി ചെയ്യലാറുന്നതാണ്, പക്ഷേ ഇത് ലൈക്ക് വേറൊരു ഇതാണ്. ബോസിനെ അടിക്കാൻ പോണത് അങ്ങനത്തെ ഒന്നും അല്ല. നമ്മൾ ക്രൂഡ് ഓയിൽ കുറേ ആവശ്യം വന്നതിൽ, അപ്പോൾ ക്രൂഡ് ഓയിലിന് വേണ്ടി തപ്പി തപ്പി നോക്കിയപ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു ഐലൻഡിൻ്റെ അകത്ത് ഈ കടലിൽ അങ്ങ് പകുതി പോയിട്ട് തിരിച്ചു തന്നാ പിന്നെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ക്രൂഡ് ഓയിൽ കണ്ടുപിടിക്കുന്നൊരു എന്താ പറയുക, ഒരു ലൈക്ക് മറ്റേ ഓയിലിൻ്റെ ഒക്കെ സംഭവമല്ലേ, അതേപോലത്തെ ഒരു സാധനം. അപ്പോൾ നമ്മൾ എന്തായാലും അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഗൈസ്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും എല്ലാവരും ലൈക്ക് അടിക്കുക, സബ് ചെയ്ത് കാണുക. എന്തായാലും അങ്ങോട്ട് പോകാം നമുക്ക്. എവിടെ ഇരുന്ന ഐലൻഡിൻ്റെ പേരെന്തായിരുന്നു? മാർഷ് ഐലൻഡ്. പോലീസുകാരൻ്റെ ഒന്ന് കഥ കേൾക്കാം. എന്താന്ന് ചോദിച്ചറിയാം. എവിടെ ഇയാളാണ്? ഇയാളല്ലേ നമ്മൾ അടിക്കാൻ വരാറ്? എന്തേലും ഇയാളെ പിടിച്ചോണ്ടായാലോ? Do you see the huge structure tower over the ocean? That's an oil rig. Oil rig built by Syndicate. It's a dangerous place, so make sure to stay away from it. Ay ശരി, ഇയാള് പേടിപ്പിക്കാൻ വന്നാണോ? ഓക്കെ, എവിടെ? അയ്യോ, അത് മാഞ്ഞു പോയാ? മഞ്ഞാണ്, അങ്ങോട്ട് പോകുമ്പോ കാണാം. അവിടെയാണ് സ്ഥലം. ഓയിൽ റിഗ്. അയ്യോ, ഇന്നെങ്ങനെ ഒഴിഞ്ഞു പോരാ? എടാ, നിനക്കാണല്ലേ കിട്ടുന്ന മൊത്തം. എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് ഡാമേജ് അടിച്ച് അത് എനിക്കുള്ളതാണ് കേട്ടാ, അല്ലാതെ നിനക്കന്നെ. എനിക്കൊന്നും കിട്ടുന്നില്ല. എന്റെ നിനക്ക് കൊറേ ഡാമേജ് കിട്ടുന്നുണ്ട് കേട്ടാ. യോടാ, എനിക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടേക്കന്നെ മൊത്തം പോയി ഹെൽത്ത്. അതാ. അയ്യോ, എടാ ചത്ത്, എന്റെ ദുസ്സാക്കു ചത്ത്. കാണാൻ പറ്റില്ല, അതാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ദുസ്സാക്കു ഡൗൺ. ആരെ പുറത്ത് പോവാ അങ്ങോട്ട്? നീ എങ്ങനെയുണ്ട്? ഒരു 55 അവിടെ ഉള്ളവർക്ക്. 55? ലേസറായിരുന്നു എന്നെ കറക്റ്റ് അടിച്ചിട്ട് ഉറക്കുന്നേ. കുഴപ്പമില്ല, ഓഫ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരെണ്ണം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടുത്തോട്ട് ഓഫ് ചെയ്യാൻ പറ്റും. ഓഫ് ചെയ്താൽ ഡ്രെയിനേജ് സിൻഡിക്കേറ്റ് ഓയിൽ റിഗ്, അതാണ് ഇതിന്റെ പേരപ്പോ. ഒന്നേ ഓഫ് ചെയ്ത്, രണ്ടാമത്തെ ഓഫ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്നെ സ്പോട്ട് ചെയ്തില്ലെങ്കിൽ ഓഫ് ചെയ്ത് തരാം. എത്ര ക്രൂഡ് ഓയിൽ കിട്ടും ഇവിടെ വന്നാ? ഉയ്യോ, അലാറടിച്ച്. ഉയ്യോ, എന്നെ കണ്ട്. അതാ അലാറടിച്ച് എന്നെ കണ്ട്. അയ്യോ, അടി എന്നെ മൊത്തം ഇവിടെ. ഇത്ര കിട്ടുന്ന ഞാൻ തിരിച്ചോട്ടെന്നാ. ഞാൻ തിരിച്ചു. നീ ചത്തപ്പോ? ഞാത്തില്ല. എടാ, ഗണ്ണു വേണ്ട കേട്ടോ അവിടെ. ബോസിനെ മോതിരം മാറ്റി അടിച്ചു കൊല്ലടാ. അടിച്ചോണ്ടിരിക്കും. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ ഒന്ന് വേഗം പോയിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. വന്നോണ്ടിരിക്കുന്നതാ. ഇഷ്ടം പോലെ ഉണ്ട്. കുറെ ഉള്ള ആളുകൾ ചെറുപ്പം. ഗോൾഡ് കോയിനാണ് അവരെ കൊന്നു കിട്ടിയത്. ഞാൻ കൊന്നു ഒരു സൈഡ് ഞാൻ കല്യാക്കി കേട്ടാ. ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്തില്ല. ഷൈനിയാ മറ്റേ നീല കളർ താറാവ് പോലത്തെ കേട്ടാ. ഞാൻ ഡിസ്ട്രോയ് ചെയ്യണതിന്റെ ഇടക്കാണ് ഞാൻ വിളിച്ചത്. നല്ല സൗണ്ടായിരുന്നു. ആകെ കുറച്ച് ബുള്ളറ്റ് കൊണ്ടുവന്നു. ഇതെങ്ങനെ ഓഫ് ചെയ്യാ?
ആ ഡിസ്ട്രോയ് ഒരുത്തരം തീർത്ത് കൊടുത്തേ പൈസ അവിടെ ഇതാരീ നിക്കുന്നത് ഗണ്ണർ അവന്റെ ഒപ്പം പാലും ഉണ്ടല്ലോ ആ അവനങ്ങ് തീർത്തിട്ടുണ്ട് അവിടെ പൊട്ടിത്തെറിച്ചണത് അതിതാണ് എടുക്കണ്ടേ അല്ല അത് ഞാൻ പ്രാവശ്യമല്ല മറ്റേ കിളിക്കിട്ട വേണ്ടി 20 രൂപയിലിട്ടി അവിടെ ആളിക്കുന്നുണ്ടേ എവിടെ ലേസറും പിടിച്ചിരിക്കുന്നവൻ എന്റെ ബുള്ളറ്റ് ഇല്ല കുഴപ്പം 400 രൂപ കൂടെ ഉണ്ട് നല്ല നമുക്ക് ടവർ മാത്രം നശിപ്പിച്ചോ കാരണം പിന്നീട് നമുക്ക് ബാക്കി എടുക്കാം ആ ശരിയാ അവിടെ ആരോ വരുന്നുണ്ടല്ലോ പിന്നെ ഈ ക്യാന് പോലത്തെ ഇല്ലടാ ഈ ചോപ്പ് കളർ ക്യാൻ പോലത്തെ അത് പൊട്ടണായിട്ടാ അങ്ങോട്ട് എത്തിച്ചിട്ട് കൈമക്ക് പിടിച്ചാലും മതി എടാ ഇങ്ങനെ വെറുതെ പൊട്ടിക്കാനല്ലടാ ഞാൻ അതിലല്ലേ പൊട്ടിച്ച് ഞാൻ അളക്കുന്നതാ ഇവിടെ നോക്കിക്കുന്നു വെച്ചാ നമ്മളെ കണ്ട് എങ്ങനെ അങ്ങോട്ട് പോവാന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ എന്റെ ബുള്ളറ്റും ഇല്ല റോക്കറ്റ് ലോഞ്ചർ അവന്റെയും പാൽസ് ഉണ്ട് കേട്ടാ അത് കൊള്ളാല വെറുതെ അല്ല നേരത്തെ മറ്റോ വന്നത് ഇതറ നേരം അടിക്കല്ലേ അടിച്ചു അത് കുറച്ചും കൂടിയോ എന്റെ ബുള്ളറ്റ് ഇല്ല എടാ മിഷീൻ ഉണ്ടോ അവിടെ ആ മെഷീനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാം ഓഫ് ചെയ്യാം അല്ലേ ഞാൻ ഓപ്പണിക്ക് വരുമ്പോ അപ്പ അടിക്കുന്നുണ്ട് നിന്നെ അടിക്കുന്നുണ്ട് ഞാൻ കയറട്ടെന്നാ അത് നിന്നെയല്ല അടിക്കണത് ഓഫ് ചെയ്താ ഇല്ല അപ്പുറ സൈഡിലത് ഞാൻ ഓഫ് ചെയ്തോണ്ട് എന്റെ പൊന്നെ കാണുന്നില്ല എന്നെ കാണുന്നില്ല എന്നുണ്ട് എനിക്ക് നല്ല അടി കിട്ടുന്നുണ്ട് എനിക്കോ തീരെ കിട്ടുന്നില്ല ഞാൻ 2 ഓഫ് ചെയ്തു കാരണം ഇന്നത്താണ് മുകളിൽ മറ്റവനുണ്ടേ അവനെ കൊന്നാ നനവൊന്നുമില്ല ഞാൻ ആ ബോക്സ് പൊട്ടിച്ചിട്ട് കുറച്ച് ഹെൽത്ത് കുറച്ചു കറങ്ങുന്നാണ് അത് കൊള്ളേ അവന്മാര് പിന്നെ ഉള്ളതാ സത്യം ഗ്യാപ്പിൽ കൂടെ വല്ലതും പോകാൻ പറ്റുമോ അയ്യോ ഞാനെങ്ങനെ തിരിച്ചു വന്ന് ഞാൻ ആലോചിക്കുന്നത് വേറെ പറക്കാനുള്ള ഒന്നും കൈ വെച്ചില്ല ഇല്ല എന്നെ കൊന്നാ മതി ഞാൻ മുകളിൽ പോയിട്ട് ചാടിക്കോട്ട് എടുത്തിരും അവിടേക്ക് എങ്ങനെ കയറും അവിടെ അതാ നിക്കണതിന്റെ അടിച്ചു ഞാനിപ്പോ അടിച്ചോണ്ടിരിക്കാണ് കാണാല്ലേ ഇതാണ്ട് എത്ര ണ്ടല്ലേ അടുത്ത് പോയിട്ട് അടിച്ചാലേ കൊള്ളുള്ളൂ കേട്ടാ മരുന്നൊന്നും ബുള്ളറ്റും കിട്ടുന്നില്ല ഞാൻ അതാ നോക്കാം ഇതൊരു പെട്ടിരിക്കുന്നു താഴെ ഇതൊന്നും ഇല്ലല്ല അയ്യോ എടാ എല്ലായിടത്തും എടോ മിസൈല് ഇന്റർസെപ്റ്ററാ മിസൈലിന് തീർത്തിട്ടുണ്ട് 350 ബുള്ളറ്റും കൂടെ മേലൊന്നും കേറാൻ പറ്റില്ല കൊന്നിട്ട് കാരണം അവന്മാർ ഇങ്ങോട്ടും തോന്നി നിൽക്കും എന്റെ കെണ്ണി ബുള്ളറ്റില്ല ബുള്ളറ്റ് എടുത്തിട്ട് വന്നാൽ മതി ഞാൻ ഇത്ര അടി പ്രതീക്ഷിച്ചില്ല കേട്ടോ അവിടെ ഇവിടെ ഞാൻ അത് ഓഫീസുണ്ട് നീ അത് മതി കൊണ്ടുവരുന്നുണ്ടാ അതല്ല അപ്പുറത്തെ പാൽസ് ഏതാന്നറിയോ നിനക്ക് ഏതാ ബുഷി ഇഗ്നിസ് ഒക്കെയാണ് നമ്മളെ മറ്റേ ടോംബാറ്റും വെച്ചിട്ട് നേരത്തെ അടിച്ച് അല്ല ടോംബാറ്റ് വെച്ച് അടിക്കുന്നതിന്റെ അല്ല അപ്പുറത്തുള്ള കൂടി തന്നെയാണ് നമ്മളെക്കാട്ടും കൂടുതലുള്ളതാ എന്തെങ്കിലും ഉണ്ട് ഇറക്കി വെക്കാലോ ചത്തു വന്ന പേടി
കൊന്നാ എന്നെ കൊന്നു എന്നെ കൊന്നു. വരുന്നു പോലെ. ഒയ്യോ ഇതാരെ പ്രാവാ? നിന്റെ പ്രാവാണോ? നിന്റെ പ്രാവിനിപ്പോ പണ്ടല്ലോ. കണ്ണ നേരത്തെ ഞാൻ വലിച്ചോണ്ട് ആൾക്കാർക്കിപ്പോ അടിക്കട്ടെ. വാ കവറി വാ. അത് ശരി, ഞാൻ വലിച്ചു അവന്റെ HP പറഞ്ഞു. ബുള്ളറ്റ് എടാ ഈ വന്നില്ലേ ഈ ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് നോക്കിക്കോട്ടെ. എന്തേ ഈ ഭാഗത്തോട്ടൊന്ന് നോക്കി. കാത്തിക്കുന്ന ഇവിടെ ഇതൊന്നും ഓഫാക്കണ്ട. അല്ലെങ്കിൽ അഥവാ ചത്തിട്ടാകുമ്പോ തിരിച്ചു വരാൻ നേരത്തെ അവരടി വാങ്ങി വെക്കുന്നത്. അല്ല എനിക്ക് ചാവാനായാലും വേണം കേട്ടാ, ബാക്കി വെക്കണം. ആള് വരുന്നതാ. ഡബിൾ ബാരല് എടാ എന്താ നിന്നടിക്കാത്ത എന്നെ ഒത്തിരിക്കുന്നു? എടാ കുടുങ്ങിക്കുന്നു അവിടെ. നിന്റെ അടുത്തൊക്കെ ഒരു മെഷീൻ കൊണ്ട് വരുന്നുണ്ട്. അതാ ഞാൻ ഓടി കളിക്കുന്നു. കാണിച്ചോ? ഞാൻ അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നു. ഞാൻ വാള് വെച്ച് അട്ടാക്ക് അവനായിരിക്കാലേ. അയ്യോ ഒന്നും ആവുന്നില്ല. കാണില്ല ഒന്നുണ്ട്. നന്നായി ഉണ്ടായില്ല. അവൻ ഇങ്ങോട്ട് കൊടുന്നിട്ട് ആ ഗ്യാസ് കാനും മറ്റും പൊട്ടിച്ചാലേ. എടാ ജോർമുണ്ടായിട് അതല്ലേ ആദ്യം പറഞ്ഞത്. തുറമുണ്ടായതിന്റെ ഇഗ്നീസ് അല്ലേ കൊന്നല്ലേ. എന്റെ പൊന്നോ ചത്ത് എറിഞ്ഞവേ. എടാ എന്നെയും കറക്കിട്ട് കറക്കിട്ട ഇനി വരണ ഇനി വരുമ്പോ എത്ര ആൾക്കാരുണ്ടാവണോ? അയ്യോ എനിക്ക് പറക്കാനൊന്നുമില്ല. ഞാൻ അടുത്ത കിടിനെ എടുത്തിട്ട് വരാം. ബുള്ളറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? ബുള്ളറ്റ് ഉണ്ടാക്കാൻ ബുള്ളറ്റ് ഉണ്ടാക്കിട്ട് ബുള്ളറ്റ് ഇട്ട് അടിക്കാൻ വരാത്ത 190 ടൈമായി. പാവന്റെ കിളി. ഞാൻ പോയിട്ടെ ഇവരൊന്ന് റിവൈവ് ചെയ്തിട്ടും എന്നിട്ട് കുറച്ച് ബുള്ളറ്റ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു തരാം. കണ്ടിന്യൂ ചെയ്യാവേ. അപ്പം അതാ വരുന്നത്. ഓക്കെ അപ്പം നമ്മളങ്ങനെ പോയിട്ടൊരു 2200 ബുള്ളറ്റ് ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ജെഡ് ഡ്രാഗണും ഞാൻ സാഡിലെടുത്ത്. ജെഡ് ഡ്രാഗണിൻ്റെ ഫ്രോസേലിയൻ ഉണ്ട്, ജെഡ് ഡ്രാഗൺ ഉണ്ട്. നമ്മൾ ആ കിളിനെ മാറ്റി അപ്പോ ഇയാളാണ് കേട്ടോ. അയ്യോ എവിടെ അത്? ഇവിടെ ഇത് പൂക്കാനും താത്താനൊക്കെ നല്ല സുഖം കേട്ടാ. എന്റെ കിളി വീണ്ടും മറ്റേതായിട്ടാ. കാണുന്നില്ല. അപ്പൊ അവർക്കും കാണില്ല അത്. അടാ ഇല്ല ഉണ്ടോ അവിടെ? എല്ലാം റെഡിയാടാ. അടി കൊള്ളുന്നുണ്ടോ നിനക്ക്? ഇല്ല ഇല്ലടാ ഇത് വർക്ക് ചെയ്തില്ല. അപ്പൊ ആയിട്ടില്ല ചത്ര എന്റെ ജെഡ് ഡ്രാഗൺ. ഓടാ എല്ലാരും വന്നില്ല. ശരിയെന്ന് തോന്നുന്നു കേട്ടാ എല്ലാതും. ഇല്ലടാ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെയാണ്. ഇവിടെ ഒന്നും ആൾക്കാരില്ല. അപ്പൊ പോയിക്കണം. ഇവിടെ വേറെ വല്ല എൻട്രൻസ് ഉണ്ടാണോ നമുക്ക് കയറാൻ? ഒറ്റ കോണി മാത്രമേ ഉള്ള. നിന്നെ കാണുന്നില്ല എന്നല്ല. നീ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നോക്കി വേറെ എവിടെയെങ്കിലും എൻട്രൻസ് ഉണ്ടോ? അടി കൊള്ളുന്നുണ്ട്. ഞാൻ ഇറങ്ങി ഫൈറ്റ് എടുത്ത് തുടങ്ങി. ആണോ? ഇവിടെ ഞാൻ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയില്ല. ആ ഭാഗം ഞാൻ വന്ന് ലേസർ പണിഞ്ഞു തുടങ്ങി. അപ്പൊ അവിടെ ലേസർ ഉണ്ട് ഇപ്പോഴും? ഒരെണ്ണം ഡിസ്കണക്ട് ചെയ്ത് ശരിയാക്കുന്നുണ്ടാണോ അത്? പക്ഷെ ആൾക്കാരുണ്ട്. കൃഷിയുണ്ട്, ആൾക്കാരുണ്ട്. ക്രൂഡ് ഓയിൽ അവിടെ കൊന്നാലും കിട്ടി കേട്ടാ.
നോക്കിക്ക് എവിടെയെങ്കിലൊക്കെ പെട്ടിണ്ടാവും കേട്ടാ ഗ്യാപ്പില് ബോക്സ്. അവിടെ ഇവരെ കൊന്നാല് മാക്സിമം ഹെഡ് അടിക്കാൻ നോക്കിക്കോട്ടെ, അതാണ് നല്ലത്. നീ പഴയ സൈഡിൽ പോടാ, പഴയ സൈഡിൽ നിന്ന് പോവാ. ഇവിടെ അടിയില് ആൾക്കാരുണ്ട്. അലിയന്മാര് ബാക്കിൽ നിന്ന് അടിക്കും. ഈ ടാങ്ക് പൊട്ടിക്കുന്നോണ്ട് കുഴപ്പമുണ്ടാണോ? ശരിയാ, അടിക്കണ്ടല്ലേ സാധനം എടുക്ക്. റോക്കറ്റ് ലോഞ്ചർ അവൻ ചാടി ഇറങ്ങിക്ക് വരുന്നു. എടാ പൊട്ടിക്കടാ. ഇല്ലേ എന്ത്? ഞാൻ വിളിച്ച പൊട്ടിക്കാൻ പറ്റുന്നു കേട്ടാ. ഇല്ലല്ലേ, സാധനം വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ജെറ്റ് ഡ്രാഗൺ അവൻ ഒറ്റടിക്ക് കൊന്നറാ. നീ മോളിൽ കയറി തുടങ്ങി. ഞാൻ നിന്നെ കണ്ടല്ല, നീ ഉണ്ടല്ലോ ഇവിടെ. ആണോ? ഞാൻ ഈ സൈഡ് ഇതിന്റെ മോളിൽ കയറിയിട്ട് അത് ഓഫാക്കാൻ പറ്റും നോക്കട്ടെ ഇവിടുത്തെ. ഞാൻ ഈ സൈഡിൽ തന്നെ വേണ്ടി കയറണം. ഞാൻ ഇവിടെ എത്തി. ആ ഇത് ഓഫായി തോന്നുന്നു. ഇത് ഓഫാക്കും ഇപ്പൊ. ഇതിട്ടുണ്ട്. ഞാനിവിടെ കയറി ഇവരെ വണ്ടി തുടങ്ങി. ഇവിടെ ആരില്ല അവിടെ ഏട്ടാ, എല്ലാരും കാണുന്നില്ല. കൊറേ ഉള്ളവരൊക്കെ അടിച്ചു കഴിഞ്ഞേക്കണടാ. ആരടാ? സൈഡ് ഓഫ് ചെയ്തു. അൾട്ടിമേറ്റ് എടുത്ത് എറിഞ്ഞടാ. എന്നിട്ടും അപ്പം നിനക്ക് യോഗല്ല. ചാട്ടി അവൻ്റെ നിനക്ക്. ആ സൈഡ് ഫുള്ള് ക്ലിയർ ആയപ്പോ? ക്ലിയർ ആക്കിയായിരുന്നു. ഓക്കെ, ഇവിടെ ഒന്നും പെട്ടി കാണുന്നില്ല ഏട്ടാ. മോളി വല്ലതും കൊണ്ടുവച്ചിട്ടുണ്ടോ? ഈ സൈഡ് മൊത്തം നമ്മൾ കീഴടക്കിയപ്പോ പകുതി കൂടുതൽ ആയിരുന്നു കേട്ടാ. പറക്കാൻ പറ്റുന്ന എന്തേലും ഉണ്ടാ? ഉയ്യോ, ആളുണ്ട് കേട്ടോ അതിന്റെ മുകളില്. എന്റെ പൊന്നെ, എന്റെ ഏസ്റ്റകളിപ്പോ ചാവും. കൂടെ ചത്ത ഞാൻ വഴിയാതാരോ. അവിടെ ഇതിന്റെ മോളിൽ ആണ്ടാ പെട്ടിണ്ട് കേട്ടോ ഇതിന്റെ മുകളില്. വലിയ പെട്ടി, ഗോൾഡൻ പെട്ടി. നമുക്ക് മറ്റേ ഡ്രോപ്പ് വരാറില്ല, സപ്ലൈ ഡ്രോപ്പ്. ചെറിയ അങ്ങനത്തെ പെട്ടിക്കാണ് ഞാൻ അങ്ങോട്ട് വന്നല്ലേ. അങ്ങനത്തെ പെട്ടിയുള്ളത് ഇവിടെ. ഓ, ആ പെട്ടിക്ക് വേണ്ടിട്ടാണ് അങ്ങോട്ട് വന്നല്ലേ. ആ പെട്ടി ഇത് പാത്തണോ അറിയില്ല, അത് കത്തലാണ് നമ്മളെ വിഷയം. ആൾക്കാര് വന്ന് വീണ്ടുകൊണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഇറങ്ങുന്നുണ്ടാ? ആൾക്കാരെ കാണാൻ. അവിടെ മോളിൽ എത്ര അടിച്ചോണ്ടിരിക്കും. മോളിലും നമ്മളടിക്കും. നേരത്തെ ചത്ത സ്ഥലല്ലേ? ആ, അതൊരെത്തില്ലേ? അങ്ങോട്ട് പോവാണ്ട്. ഇല്ല, അത് എത്തിയില്ല. അത് ഇവിടെ മെഷീൻ കണ്ടും പിടിച്ചെടുത്തത്. അയ്യോ, മോളിൽ തന്നെ ഇറങ്ങാം. അടിച്ചു വേണം തുടങ്ങാൻ. ഇതാണല്ലേ അമ്മ ചത്ത സ്ഥലം. അമ്മ ചത്ത സ്ഥലം കഴിഞ്ഞു. എടാ, എന്നെ പണ്ണാ വരുന്നേ. ഇത് ഉപകാരപ്പെട്ടു കേട്ടാ. റോക്കറ്റ് ലോഞ്ചർ ചുറ്റടിക്ക് വഞ്ചത്ത് നീ കൊടുത്തായിരുന്നു ഓൾറെഡി. ഞാൻ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അതേ ഗോൾഡൻ പെട്ടി അല്ല വൈറ്റ് പെട്ടി.
20 ക്രൂഡ് ഓയിൽ ഇട്ടു. കൊള്ളാം. അന്ന് ലാഭം. ഓ ലെവലപ്പ് ആവണുണ്ടാ. എനിക്ക് ലെവലപ്പാവൊന്നും ഇല്ലടാ. അല്ല എനിക്ക് കടാ ഞാൻ ചത്തറ. ആരാ നിന്നെ പണി? 2 ആൾക്കാരുണ്ട് ഇവിടെ. ഒരു മെഷീൻ ഗണ്ണും പിന്നെ അവന്റെ പാലും ഉണ്ട്. നീ മാറും നീ എന്ത് ചത്താ? എന്റെ ഹെൽത്ത് പറഞ്ഞേ. എന്റെ ഹെൽത്ത് എല്ലാം പറഞ്ഞു. 4 ആൾക്കാർ വരുന്നുണ്ട്. നീ വരുന്നുണ്ട്. അവനോട് തീർത്തിട്ടുണ്ട്. വന്നു മറ്റാളവിടെ ബഗ് അടിച്ചിരിക്കുക. കടന്നോട്ടെ. ഇഷ്ടംപോലെ ആൾക്കാർ വന്നേട്ടാ അങ്ങോട്ട്. കണ്ട് എന്റെ എസ് നോക്കണം ഇവിടെ ഉണ്ട് കേട്ടാ. എന്റെ പൊന്നെ അതെന്തോ ഇവിടെ ബാക്കില് മെഷീന് അത് ഓഫാക്കി തരാം. എനിക്ക് എന്തൊക്കെയോ സാധനം കേറിയിട്ടുണ്ട്. വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇവിടെ മോളിക്കുള്ള വഴി ഇവിടെ ഏതാണ്? വളഞ്ഞവര് മോളി കയറണോ അത്? എന്റെ പൊന്നെ ഞാൻ വേറെ സൈഡിലല്ല. ഇവിടെ മോളിത്തൊക്കെ ഒന്നോ അടുത്താളോ അറിഞ്ഞിട്ടത്. ബുള്ളറ്റ് എടുത്ത് നന്നായി കേട്ടെ. അധികം ഞാൻ ഫുൾ തോക്കിന് ഡ്യൂറബിലിറ്റി കഴിയുന്ന ഡൗട്ട്. ഞാൻ മോളിക്ക് വരാൻ പറഞ്ഞതാ. ഞാൻ എന്റെ അടുത്ത് വരുന്നുണ്ട്. ഈ തോക്ക് ഉപയോഗിക്കുന്നില്ല അവണ്. ഈ വെട്ടിക്കൊല്ലാൻ നോക്കുവാടാ. അല്ല തോക്കട്ടെ. എന്താ വീണോടുത്തിരുന്നിരിക്കുന്നു. ഇപ്പോൾ ഡൈമേജിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. നീ നല്ല താഴെയാണല്ല. അല്ല താഴെയല്ല, ഒരു സൈഡിലാണ് ഞാൻ. എടാ എത്ര അടിച്ചിട്ട് ചാവുന്നില്ല കേട്ടാ. അതിന്റെ എന്തോ ബഗ് അടിച്ചിട്ടിരിക്കുന്നത്. എന്തോ ഓപ്പണിലിരിക്കുന്നു. എടാ എന്നെ പണ്ണോടാ അത്. അതിന്റെ ബാക്കിലോട്ട് വാ. അത് വന്നില്ല, അത് വിഷയം വന്നില്ല. വേഗം ചാവുണ്ടാ. യുവന്മാര് 2 ആൾക്കാർ അടിച്ചപ്പോ തന്നെ ഞാൻ ചത്തു. ഈ മെഷീനുകളൊക്കെ ഓഫ് ചെയ്യാൻ വന്നതാണ് ആണല്ലേ. ഞങ്ങളുടെ മോളിൽ പോയിട്ട് 2 നില കേട്ട് തിരിച്ചു വന്നാ. സപ്പോസ് നീ ഇവിടെ നിന്ന് തിരിച്ചു വരേണ്ടി വന്നാല് വരെ നീ വന്ന്
റോഡ് ഓയിൽ 12 എണ്ണം കിട്ടിയത്. കിളിനെ കാണാൻ പറ്റിയില്ല ഒന്നും. എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ഇതാണ് ലാസ്റ്റ് ഭാഗം തോന്നുന്നു കേട്ടാ. പക്ഷെ കൊറേ ചെറിയ ചെറിയ ബോക്സ് ഉണ്ടാവും. തപ്പണം മൊത്തത്തിൽ ചെറിയ ചെറിയ ബോക്സ്. ഇന്ന് മൊത്തം തപ്പിട്ട് ഇറങ്ങി. എങ്ങോട്ടുള്ള വഴിയാണോ? ഇതേ കഴിഞ്ഞിട്ടൊന്നുമില്ല. അതെ ആൾക്കാരുണ്ടോ അവിടെ? വീണ്ടും കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഞാൻ ഉറക്കിയതാണ് ഇവിടെ. റൈറ്റ് സൈഡിൽ ഇതാ അവിടെ വരെ തിരിച്ചു വന്നതാടാ. മോളി കയറാം. എന്റെ സുസാക്കുണ്ടല്ലോ മുകളില്. മോളി കയറേണ്ടി വരും കേട്ടാ. അത് 3 എണ്ണം അടുപ്പിച്ചുള്ള ഇവിടെ. എങ്ങനെ തുറക്കാനത്? എന്റെ കിളിനെ അടുപ്പിക്കേണ്ടി വരും ഇവരെ കൊണ്ട്. ഓക്കെ, ഞാൻ ഇതൊന്ന് ഡീആക്ടിവേറ്റ് ചെയ്യാൻ ടൈം കൊണ്ട്. ഒന്നുണ്ടാവും. എന്താ സാധനം? ഇവിടെ പെട്ടി എവിടെ? അറിയില്ല. പാടില്ല. ഇനി ആൾക്കാരുണ്ടല്ലോ. ആൾക്കാരുണ്ടോ? കാറെടുത്തേലും പോവാണ്ട. താഴോട്ട് പോവണ്ട. താഴോട്ടൊന്നും കണ്ടില്ലേ? താഴെയാണ് ഇപ്പൊ ആൾക്കാരുള്ളത്. അവിടെ തന്നെയാണ്. ഓ, ഇവിടെ വഴിയുണ്ടല്ലേ താഴോട്ട്. അപ്പൊ അവിടെ തന്നെയാണ്. ഞാൻ സൈഡ് വായിക്കുന്നു. നീ സൈഡ് നോക്കാം. ഇവിടെ ഫ്ലൈ ത്രോവറാണ്. കത്തിച്ചിട്ടാണ്. അവിടെ ഇവിടെ തന്നെയാന്ന് തോന്നണേട്ടാ. ഒരു റൂം കണ്ടി ഞാൻ. പുതിയ ജീവി ഇത് പിടിച്ചാലാ? ബ്ലൈസ് സമുട്ടില്ലേ? പിടിക്കണം അതിനെ. ബ്ലൈസ് ഹോൾ മോതിരിട്ട് അടിച്ചാൽ ഇവൻ മാത്രല്ലേ ഉള്ളു ഇനി ഇവിടെ. അയ്യോ, പിന്നെ മറ്റേ എന്താണ് കിട്ടുക? ഇല്ല, ചെറുത് പോരവന്. അൾട്ടിമേറ്റ് കണ്ടിട്ട് കയറുന്നില്ല. കയറി കയറി. തോക്കെടുത്തോക്കണ്ടല്ലോ. കേറിയ കേറി സെറ്റ്. ഇനി മുതലൊരിക്കോ. എന്റെ പൊന്നെ, ഇവിടെ നിറച്ച ആൾക്കാരാ. എടാ, അവന്റെ കയ്യിലുള്ള ഗണ്ണ് ഏത് ഗണ്ണ്?
നമ്മളവിടെ വന്നോണ്ടിരിക്കുന്നു. അവിടെ ഒരു ക്യാൻ ഉണ്ടാവും പൊട്ടിച്ച്. ആ സാധനം കണ്ട്. അയ്യോ അവൻ ചത്തില്ലായിരുന്നാ? തുറക്കട്ടെ. ഇതാണ് സാധനം. വാ തുറന്നു. ഹോൾഡ്. ഇവിടെ കുറച്ച് ടൈം എടുക്കണ പരിപാടി കേട്ടാ. നീ കൊണ്ടോ, ഞാൻ നോക്കിയിട്ടുണ്ട്. അയ്യോ ആ തീർന്നു. 80 ഏൻഷ്യൻ സിവിലൈസേഷൻ കോർ കിട്ടി. മിസൈൽ എമോ. സീസ്ഡ് ദ ഓയിൽ റിഗ്. ഓ അതാ ഇതിന്റെ പേര്. കോൺകറർ ഓഫ് ദ സീ. ആ അതാ അതാ. ഇതൊന്നും ആരും എടുക്കാറില്ല വേണം കേട്ടാ. ഞാൻ കണ്ടുപിടിച്ചു. അതാ ഇത് കൊള്ളാം. ലൈക്ക് ഗെയിമിന്റെ ഒരു തന്നെ മാറി. അങ്ങനെ റോബറിക്ക് വന്ന പോലെ ഇത്. പക്ഷെ വില്ലന്മാരെന്നായിട്ട് കുഴപ്പമില്ലടാ. ഇവന്മാര് വന്നോണ്ടിരിക്കുന്ന കേട്ടാ. അപ്പൊ ഫസ്റ്റ് എന്നോട് ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ലെവലപ്പായിരുന്നല്ലോ. നമ്മ ഒറ്റടിക്ക് 55 വരെയായിരുന്നു ഇവിടെ ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ. തിരിച്ചു പോയാലോ? അത് തിരിച്ചു പോവാ. ഇനിയിപ്പൊന്നുമില്ല, കഴിഞ്ഞു. ഇതിവിടെ ക്യാമ്പ് പറ്റുമോ? നോക്കി നോക്കി. കാര്യമില്ലടാ. അല്ല നമ്മളിനി വെക്കാനില്ലടാ. ശരിയാ. ഒരു മിനിറ്റ്. അപ്പൊ അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മളങ്ങനെ ഇത്ര എണ്ണം കിട്ടി കേട്ടാ. 119 അല്ല 130 സംതിങ് കിട്ടിക്കണം നമുക്ക് ഇവിടുന്ന്. ഇതും കിട്ടി, ഈ സാധനം കിട്ടി. പിന്നെ മിസൈൽ എമോ ഫോർ ഗൈഡഡ് മിസൈൽ ലോഞ്ചർ ആൻഡ് സിമിലർ വെപ്പൺസ്. ഇതൊക്കെ അതിനുള്ളിൽ നിന്ന് കിട്ടിയതാ. ഇതൊക്കെ ലെജൻഡറി ആയിട്ടാണ് കേട്ടോ ഈ സാധനം. ഏൻഷ്യൻ സിവിലൈസേഷൻ കോറ് കാര്യങ്ങളാണോ ഇതൊക്കെ? വെറുതെ. പിന്നീട് ലോഞ്ചർ ഇതൊക്കെ അൺകോമൺ. വലിയ കഥ ഒന്നുമില്ല. നമുക്ക് ലെജൻഡറി വേണ്ടത്, റയർ അങ്ങനത്തെ ഐറ്റംസ്. അപ്പം ശരി ഗൈസ്, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് വിചാരിക്കുന്നു ഈ പരിപാടി. എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എന്തായാലും പറഞ്ഞപ്പോൾ ജസ്റ്റ് വന്നതാണ്. ഞങ്ങൾ വെറുതെ അടിക്കാന്നായിരുന്നു പ്ലാന്. പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൂടി കാണിച്ചതാണ്. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടാറ്റാ.